ഗ്ലാസ് ഹാൻഡ് റെയിൽ ചെയ്യുന്ന സമയത്ത് വുഡിന് പകരം ഒന്നും കൂടി നമുക്ക് ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ടോപ്പ് റെയിൽസ് നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ ഗ്ലാസ് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് സ്പൈഗോട്ടിലാണ്, സ്റ്റെപ്പിന്റെ ടോപ്പിലൂടെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ടോപ്പ് റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഗോൾഡൻ ഫിനിഷ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്, SS ആണ്, ഗോൾഡൻ ഫിനിഷ് ആണ്. ഇവിടെ നമ്മളൊരു താഴോട്ട് മാസ്റ്റർ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ ഒരു ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിന്റെ ജോയിന്റ്സ് ഒന്നും നമുക്ക് വെൽഡിങ് പോസിബിൾ അല്ല. അതായത് കണക്റ്റേഴ്സ് ആണ്, കംപ്ലീറ്റ് കണക്റ്റേഴ്സ് ആണ്, വെൽഡിങ് ഉണ്ടാവില്ല. താഴെയാണെങ്കിലും ഒരു പ്ലേറ്റ് വെച്ച് അതിലോട്ട് സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട് കേട്ടോ, സ്ട്രെങ്ത്തിന് കുറവൊന്നുമില്ല. ഇവിടെ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ട്യൂബിന്റെ സൈസ് നമ്മൾ സാധാരണ SS കൊടുക്കുന്ന അതേ സൈസാണ്, 2x2 സൈസിൽ ഗ്രൂ ആയിട്ടാണ് വരുന്നത്. നമുക്ക് കാണിക്കാം. അതുപോലെ ഇതൊരു ഒറ്റ ലെങ്ത് പൈപ്പ് നമുക്ക് കിട്ടുന്നത് 12 അടി ലെങ്ത്തിലാണ്, മാക്സിമം 12 അടിയാണ് കിട്ടുക. അപ്പോൾ ഈ 12 അടി കഴിഞ്ഞാൽ ഒറ്റ ലെങ്ത്ത് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള കണക്ടർ വരും. പിന്നെ അതുപോലെ ഈ ഒരു സ്റ്റെയർ കണ്ടില്ലേ, നേരെ കയറിയിട്ട് റിട്ടേൺ കയറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ്, സേഫ്റ്റി ഗ്യാപ്പ് വരും. ഇവിടെ സൈഡിൽ മാക്സിമം ചേർത്ത് വെച്ച് ചെയ്തതുകൊണ്ടാണ് ഈ പൈപ്പ് നമുക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. ഇവിടെ വീണ്ടും നമ്മളൊരു ഫിറ്റിങ്സ് കൊടുത്ത് ടോപ്പിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്യാൻ പറ്റും. വുഡിനെ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റ് ഇതിന് കൂടുതലായിട്ട് വരും. ഇവിടെയൊക്കെ നമുക്ക് എൽ ബെൻഡാണ് വരുന്നത്, എൽ കോർണർ. ഇതൊക്കെ ഈ ബെൻഡൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നതാണ്. ഇതിൽ ലാസ്റ്റ് നമുക്ക് ചുമരിനകത്തോട്ട്, വാളിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് ഈ ഗോൾഡൻ PVDന്റെ പ്ലേറ്റ് വെച്ച് അതിലോട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ 12 mm തിക്നെസ്സിൽ വരുന്ന ടഫേൺഡ് ക്ലിയർ ഗ്ലാസുകൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഗ്ലാസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. വെൽഡിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ സാധാരണ പൈപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വെൽഡിങ് കൊടുക്കാം. ഇതിൽ വെൽഡിങ് കൊടുത്താൽ നമുക്ക് ആ ഒരു ഫിനിഷിങ് നഷ്ടപ്പെടും. ഇവിടെ നമ്മൾ ഇതിന് സ്പിഗോട്ട് കൊടുത്തിട്ടുള്ളത് 8 ഇഞ്ച് സൈസിലുള്ള ഗോൾഡൻ PVD, സെയിം മെറ്റീരിയലിൽ വരുന്ന അതേ ഫിനിഷിൽ വരുന്ന PVD SS സ്പൈഗോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമുക്കൊരു വാൾ ടു വാൾ ഏരിയ വരുന്നുണ്ട്, ഒരു ചുമരിൽ നിന്ന് ചുമരിലോട്ടാണ്. ഇവിടെ ഒറ്റ ലെങ്ത്ത് നമുക്ക് 12 അടിൻ്റെ താഴെ ആയതുകൊണ്ട് അതിന് ജോയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല, സിംഗിൾ ട്യൂബാണ്. ഇവിടെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, താഴെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള പോർഷനിൽ കൊടുക്കുന്ന സ്പിഗോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻറ്റ്സ് കൊടുത്തിട്ടില്ല, കാരണം ഇവിടെ ഒറ്റ ലെങ്ത്തിൽ നമുക്ക് പൈപ്പ് അവൈലബിൾ ആയിട്ട് കിട്ടും.